അസ്സലാമലൈക്കും. ഉമ്മയും കൊച്ചുമോളും ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മമ്മ, ഇന്നിവിടെ നെല്ലിക്ക ഉപ്പിലിടുന്ന ചടങ്ങാണ് അല്ലേ? നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചേക്കണു. വെള്ളത്തിൽ എന്തൊക്കെ ഇടും? ഉപ്പിടും, അത് കല്ലുപ്പിടണത്, സുർക്കൊഴിക്കും, അത് വെട്ടി തിളപ്പിക്കും, എന്നിട്ട് അത് ആറിയിട്ട് മാങ്ങ, അരിനെല്ലിക്ക, സാധാ നെല്ലിക്ക, വടുവപ്പുളി, പച്ചമുളക്, ഈ മാങ്ങ ചീനമുളക്, അത് കാന്താരി മുളക്, ഈ മാങ്ങ അരിയുന്ന രംഗം നല്ല സ്മെല്ല് വരുന്നുണ്ടല്ലോ. ഉപ്പിലിട്ട സ്മെല്ല് നോക്കിക്കേ. ഇനി അരിഞ്ഞ് അടിപൊളിയാക്കും. ഫുള്ള് ഇനി അരിയും. അപ്പോൾ ഗൈസ്, നമ്മൾ വടുവപ്പുളി നാരങ്ങ വറ്റിഞ്ഞുകൊണ്ടിരിക്കുന്നു. സ്പൂണായിട്ട് ഓരോന്നായിട്ട് ഇട്ട് പ്രാന്തായപ്പോൾ ഒക്കെ കൂടി കുട്ടുന്ന രംഗമാണിത്. അതിലോട്ട് കാന്താരി എന്ന് പറയുന്ന ചീനമുളക് ഇടുന്നു. അടുത്തത് സുർക്കയും കല്ലുപ്പും കൂടിയിട്ട് വെച്ച വെള്ളം അതിലേക്ക് ഒഴിക്കുന്നു. തിളപ്പിച്ച വെള്ളം ചൂടാറ്റിയിട്ട് ഒഴിക്കുന്നു. ഇനി അടുത്തത് മാങ്ങ. മുമ്മ രണ്ടെണ്ണം ഇടാനുണ്ട്. കുറച്ച് നേരം മുമ്മക്ക് പ്രാന്ത് വന്നിട്ട് മുമ്മൊക്കെ കൂടി കൊത്തും. അതാണ് മുമ്മ ഗൈസ്, കാണിക്കാൻ വേണ്ടിയിട്ട് വെറുതെ കാണിക്കും. ഇനി കാന്താരി ഇടുന്നു അതിലേക്ക്. ഇട്ടതിന് ശേഷം അതിലേക്കും സുർക്കയും കല്ലുപ്പും കൂടി മിക്സാക്കി തിളപ്പിച്ച വെള്ളം അതിലേക്കും ഒഴിക്കുന്നു. ഇനി നമ്മുടെ അരിനെല്ലിക്ക അതിലേക്ക് ഇങ്ങനെ ഇടുന്നു. പതുക്കെ ഓരോന്നായിട്ട് ഇടുന്നു ഗൈസ്. അതിലേക്കും ഇനി കാന്താരി എന്ന് പറയുന്ന പച്ചമുളക് ഇടുന്നു. അതിനുശേഷം സുർക്കയും ഉപ്പും വെള്ളവും കൂടി തിളപ്പിച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുന്നു. 1 ഗ്ലാസ്, 2 ഗ്ലാസ്, 3 ഗ്ലാസ്, അങ്ങനെയൊക്കെ ഇട്ട് ഇളക്കുന്നു ഗൈസ്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഉമ്മമ്മയുടെ കഴിവാണ്. മാങ്ങാണ്ടീനെ പോലും വെറുതെ വിടുന്നില്ല ഉമ്മമ്മ. അതുപോലും ഉപ്പിലിടുന്നു, കണ്ടില്ലേ? അത്ര വലിയ പാത്രത്തിൽ. പാവം, മാങ്ങാണ്ടിക്കും ഉണ്ടാവില്ല ഒരു ജീവിതം. ഞാൻ അതിലേക്ക് ഫുള്ളും ഒഴിച്ച് കൊടുക്കുന്നു. ഉമ്മ ഇവിടുന്ന് പറയുമ്പോൾ ഇവിടെ ഇന്ന് ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ വടുവപ്പുളി, അരിനെല്ലിക്ക, മാങ്ങയുടെ അണ്ടി ഒക്കെ ഉപ്പിലിട്ട് കഴിഞ്ഞു. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഇതായിക്കഴിഞ്ഞാൽ റിവ്യൂ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ. അസ്സലാമലൈക്കും. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.